പഞ്ചാബിലെ നവ്ജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. യോഗ വിശ്ലേഷണം, സാവിത്രി തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം അഹമ്മദാബാദിൽ വെച്ച്. നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെയാണ്? ഉത്തരം സൂററ്റിലെ ബർദോളി. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ ഗാന്ധിജി ഇന്ത്യക്കാരുടെ ഹൃദയവും ചിന്തയും പ്രതിനിധീഭവിക്കുന്നു. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം ജോർജ് ആറാമൻ. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വാഴ്ത്തിയത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജിയെ എത്ര പേർ അനുഗമിച്ചു? ഉത്തരം 78. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്? ഉത്തരം 1 തവണ. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം? ഉത്തരം റസ്കിൻ രചിച്ച അൺ ടു ദി ലാസ്റ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റിന് കീഴിൽ കൊണ്ടുവന്ന നിയമം? ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട്. പയ്യന്നൂരിലും കോഴിക്കോട്ടും ഉപ്പ് നിയമലംഘന സമരം നടന്നത് എപ്പോഴാണ്? ഉത്തരം 1930 ഏപ്രിലിൽ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി? ഉത്തരം KPR ഗോപാലൻ. ഗാന്ധിജിക്ക് നിരീശ്വരത്തിൽ ആഭിമുഖ്യം തോന്നാനിടയാക്കിയ ഗ്രന്ഥം ഏതാണ്? ഉത്തരം മനുസ്മൃതി. ഏത് വർഷമാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായത്? ഉത്തരം 1887. സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആരാണ്? ഏത് വർഷം? ഉത്തരം മഹാത്മാഗാന്ധി 1919. ഗാന്ധിജിയുടെ സമരങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്തായിരുന്നു? ഉത്തരം അഹിംസ. UN ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഉത്തരം ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഗാന്ധിജി വാരിക ആരംഭിച്ചത് എന്നായിരുന്നു? ഉത്തരം 1904. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു? ഉത്തരം സുബേദാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി രാജിവെച്ചത് എന്നായിരുന്നു? ഉത്തരം 1934 ഒക്ടോബർ 26. ഇന്ത്യക്കാരുടെ സമ്മതം കൂടാതെ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് അക്ഷന്തവ്യമായ അപരാധമായി പോയി എന്ന് തറപ്പിച്ച് പറഞ്ഞത് ആരാണ്? ഉത്തരം ക്ലെമൻ ആറ്റ്ലി. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനു മുൻപ് 1 വർഷക്കാലം നിരീക്ഷകനായും വിദ്യാർത്ഥിയായും ഇരിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇന്ത്യയെ ബ്രിട്ടൻ വലിച്ചിഴച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1939. സ്വരാജ് പാർട്ടിയുടെ മുഖപത്രത്തിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം ഫോർവേഡ്. 1932 ജനുവരി 4-ാം തീയതി ഗാന്ധിജിയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ദി ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ എഡ്വേർഡ്സ്.
സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി? ഉത്തരം വേവൽ പ്രഭു. ആരുടെ അഭിപ്രായ ഭിന്നത മൂലമാണ് നേതാജി ബംഗാൾ കോൺഗ്രസ് പദവി രാജിവെച്ചത്? ഉത്തരം സെൻഗുപ്ത. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ തുടർന്ന് ഗാന്ധിജിയെയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചത് എന്നായിരുന്നു? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ക്രിപ്സ് ദൗത്യം പരാജയപ്പെട്ടതറിഞ്ഞ് തന്റെ ക്യാബിനറ്റ് മുറിയിൽ ആനന്ദ നൃത്തം ചെയ്തത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട നേതാജി എത്തിച്ചേർന്നത് എവിടെയായിരുന്നു? ഉത്തരം ജർമ്മനിയിൽ. നീതിന്യായ നടത്തിപ്പിനായി ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1856. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം ബിപിൻ ചന്ദ്ര. പഞ്ചാബ് ഭൂമി കുടിയൊഴിപ്പിക്കൽ നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. വർഗസമത്വത്തിന്റെ ഒരു പട്ടയം എന്ന് ഇന്ത്യക്കാർ ഏത് നിയമത്തെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം എൽബർട്ട് ബിൽ. ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ഏത് വൈസ്രോയുടെ കാലത്താണ് സിവിൽ പ്രൊസീജിയർ കോഡ് പുതുക്കപ്പെട്ടത്? ഉത്തരം കഴ്സൺ പ്രഭു. കൽക്കത്ത കോർപ്പറേഷൻ ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു? ഉത്തരം ബ്രഹ്മസമാജം. അരവിന്ദ ഘോഷിന്റെ ജനനം എന്നായിരുന്നു? ഉത്തരം 1872 ഓഗസ്റ്റ് 15. ഇംഗ്ലണ്ടിൽ വെച്ച് അരവിന്ദ ഘോഷിനെ ബറോഡ ഗവൺമെന്റിന്റെ സർവീസിലേക്ക് ക്ഷണിച്ചത് ആരായിരുന്നു? ഉത്തരം ബറോഡ രാജാവ് സായാജി റാവു. ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ച വർഷം? ഉത്തരം 1932. അധംകൃതരെ ഗാന്ധിജി സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേര്? ഉത്തരം ഹരിജനങ്ങൾ. ഇന്ത്യ സന്ദർശിക്കുക വഴി ഇന്ത്യക്കാരിൽ കമ്മ്യൂണിസ്റ്റോടുള്ള ആഭിമുഖ്യം വളർത്തിയ ഇംഗ്ലണ്ടിലെ കമ്മ്യൂണിസ്റ്റ് MP ആരായിരുന്നു? ഉത്തരം ഷപായ് സക്ലത് വാല. എന്റെ ജീവിതത്തെ പ്രായോഗിക തലത്തിൽ ദ്രുതഗതിയിൽ മാറ്റിത്തീർത്ത പുസ്തകം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് പുസ്തകത്തെയാണ്? ഉത്തരം ആൻഡ് ടു ദി ലാസ്റ്റ്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് പത്രമാണ്? ഉത്തരം ദി മദ്രാസ് മെയിൽ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? ഉത്തരം 168 ദിവസം. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏതാണ്? ഉത്തരം മദർ ഇന്ത്യ. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ ആദ്യമായി ദേശവ്യാപകമായ ഹർത്താൽ നടത്തിയത് എന്നായിരുന്നു? ഉത്തരം 1918. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ ഏക പ്രതിനിധി ആരായിരുന്നു? ഉത്തരം മഹാത്മാഗാന്ധിജി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആരാണ്? ഉത്തരം ആനി ബസൻ. മഹാത്മാഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയത് എപ്പോഴാണ്? ഉത്തരം 1920. ഗോഖലെ ഏറ്റവും ആദരവ് പ്രകടിപ്പിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്തതായി ഗാന്ധിജി മനസ്സിലാക്കിയത് ആരെയാണ്? ഉത്തരം റാനഡെ.
ഗാന്ധിജിയെ സ്നേഹിതനായി കൊണ്ടു നടക്കുന്നതിനാൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരൻ. ഉത്തരം മിസ്റ്റർ ബേക്കർ. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുന്നതിനു മുൻപ് ഗൂഢാലോചന കേസുകളിൽപ്പെട്ട ദേശീയ വിപ്ലവകാരികൾക്കു വേണ്ടി കോടതികളിൽ സ്ഥിരമായി വാദിച്ചിരുന്ന അഭിഭാഷകൻ ആരായിരുന്നു? ഉത്തരം ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ്. ഗാന്ധിജിയുടെ ആദ്യത്തെ വിദേശയാത്രയിലെ ഇംഗ്ലണ്ടിലേക്കുള്ള കപ്പലിൽ ആരുടെ കൂടെയായിരുന്നു യാത്ര? ഉത്തരം ത്രിംബകറായ് മജുംദാർ. ജുനഗഡിൽ നിന്നുള്ള വക്കീലായിരുന്നു ഇദ്ദേഹം. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ വെച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ആരെയായിരുന്നു? ഉത്തരം നാരായൺ ഹേമചന്ദ്രയെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച വർഷം? ഉത്തരം 1914. മദ്യമോ മാംസമോ പരസ്ത്രീയെ തൊടില്ലെന്ന് പ്രതിജ്ഞാവാചകം ഗാന്ധിജിക്ക് ചൊല്ലിക്കൊടുത്തത് ആരാണ്? ഉത്തരം ജൈന സന്യാസിയായിരുന്ന ബേജർജി സ്വാമി. മുഹമ്മദ് നബിയുടെ മഹത്വം ഗാന്ധിജി ഗ്രഹിച്ചത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? ഉത്തരം ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്. മഹാത്മാഗാന്ധി മുഹമ്മദ് നബിയെ കുറിച്ച് ഗ്രഹിച്ച ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം കാർലൈൽ. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സി രാജഗോപാലാചാര്യ. ഗാന്ധിജിയുടെ നിയമ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ പ്രേരിപ്പിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം മാവ്ജി ദവേ. നിയമ കോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സർ ഫിറോസ് ഷാ മേത്തയെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ബോംബെയിലെ ഏത് കോളേജിൽ വെച്ചാണ് നടന്നത്? ഉത്തരം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയായ ദേശീയ വീക്ഷണമുള്ള മുസ്ലിങ്ങളിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ആധുനിക ഇന്ത്യയിലെ പ്രഥമ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം സർദാർ KM പണിക്കർ. VD സവർക്കർ രൂപം നൽകിയ വിപ്ലവകാരികളുടെ രഹസ്യ സംഘടനയുടെ പേര് എന്തായിരുന്നു? ഉത്തരം അഭിനവ ഭാരതം. RSSന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഹെഡ് ഗേവാർ. 1930 അലഹബാദ് മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ സർ മുഹമ്മദ് ഇക്ബാൽ ഏത് സിദ്ധാന്തമാണ് ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ദ്വിരാഷ്ട്ര സിദ്ധാന്തം. 1930 അലഹബാദിൽ ചേർന്ന മുസ്ലിം ലീഗ് വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സർ മുഹമ്മദ് ഇക്ബാൽ. 1890 കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച കൽക്കത്ത സർവകലാശാലയിലെ ആദ്യ വനിതാ ബിരുദധാരി ആരായിരുന്നു? ഉത്തരം കാദംബനി. തത്വബോധിനി സഭയുടെ സ്ഥാപകൻ? ഉത്തരം ദേവേന്ദ്രനാഥ്. ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ലാഹോർ. എല്ലാ മതങ്ങളിലുമുള്ള സത്യത്തെ കണ്ടറിഞ്ഞ സംഘടന? ഉത്തരം രാമകൃഷ്ണ മിഷൻ. ഏത് കോളേജ് വളർന്നാണ് അലിഗർ മുസ്ലിം സർവകലാശാലയായി രൂപാന്തരപ്പെട്ടത്? ഉത്തരം മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് ആവശ്യം എന്ന് പ്രഖ്യാപിച്ച മഹാൻ? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. ആത്മീയ ഐക്യത്തിലൂടെ ഇന്ത്യയുടെ വൈകാരിക ഐക്യം ഉറപ്പിക്കുവാൻ ശ്രമിച്ച മഹാൻ?
ഉത്തരം ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ആര്യ സമാജ നേതാക്കന്മാരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചതിന്റെ ഫലമായി രൂപീകൃതമായ കോളേജ്. ഉത്തരം ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ്. റിപ്പൺ പ്രഭുവിന്റെ ഭരണകാലത്തെ ശ്രദ്ധേയമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം സർ ജോൺ സ്ട്രാച്ചി. 1883 ജോധ്പൂർ രാജാവ് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വധിച്ചത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ ഈ ആഹ്വാനം ആരുടേതാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം. ഉത്തരം ശുദ്ധി പ്രസ്ഥാനം. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം റാൽഫ് ഫിച്ച്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ പ്രശസ്തമായ മുദ്രാവാക്യം ഏതാണ്? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇംഗ്ലീഷുകാരനായ ക്യാപ്റ്റൻ കീലിംഗുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച കേരളത്തിലെ രാജാവ്? ഉത്തരം സാമൂതിരി. INA ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിക്ക് എത്ര വർഷത്തെ തടവു ശിക്ഷയാണ് വിധിച്ചത്? ഉത്തരം 6 വർഷം. സ്വാമി വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ച വർഷം? ഉത്തരം 1881. കേശബ് ചന്ദ്രസേൻ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബ്രഹ്മസമാജം. 1805 മുതൽ 1814 വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ഹസ്രത്ത് മഹൽ. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ച മഹാൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ദുപ്രകാശ് എന്ന പത്രത്തിൽ ലേഖനം എഴുതിക്കൊണ്ട് തീവ്രവാദി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്.